ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കിയ അരനൂറ്റാണ്ട് പഴക്കമുള്ള വിധി സുപ്രീം കോടതി തിരുത്തിയതിന് പിന്നാലെ അമേരിക്കയിൽ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ച് US സെനറ്റർ മാർക്കോ റൂബിയോ കത്തോലിക്ക ദേവാലയങ്ങൾ നേരിടുന്ന ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് ജോ ബൈഡനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാർച്ച് 5-ന് പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്ത കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2020 മെയ് മുതൽ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ 400-ലധികം ആക്രമണങ്ങൾ നടന്നതായുള്ള കണക്ക് ചൂണ്ടിക്കാട്ടിയ ഫ്ലോറിഡയിൽ നിന്നുള്ള സെനറ്റർ വിഷയത്തിൽ ക്രിയാത്മക നടപടി ബൈഡൻ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കത്തോലിക്ക ദേവാലയങ്ങളിലെ രൂപങ്ങൾ നശിപ്പിക്കൽ, പാറക്കല്ലുകളും ഇഷ്ടികകളും ജനലിലൂടെ വലിച്ചെറിയൽ, ദേവാലയ ഭിത്തികളിൽ പൈശാചിക സന്ദേശങ്ങളുടെ സ്പ്രേ പെയിൻറ്റിംഗ് നടത്തുക തുടങ്ങി നിരവധി ആക്രമണങ്ങളാണ് രാജ്യത്ത് അരങ്ങേറിയിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ യാദൃശ്ചികമല്ല എന്നും വിശ്വാസികളോട് നിലനിൽക്കുന്ന വിദ്വേഷമാണ് അവരെ ആക്രമണത്തിനെ പ്രചോദിപ്പിക്കുന്നതെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. ന്യൂയോർക്കിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളുടെ ഉദാഹരണങ്ങൾ സെനറ്റർ ചൂണ്ടിക്കാട്ടി. ആക്രമണങ്ങളിൽ ഒരു സ്ത്രീ കന്യാമറിയത്തിൻ്റെ രൂപത്തിന് തീയിട്ടു, ഒരു വ്യക്തി ഉണ്ണിയേശുവിൻ്റെ രൂപത്തിൻ്റെ തല വെട്ടി, ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ രൂപത്തിൻ്റെ കൈകൾ വെട്ടിമാറ്റി. ഈ സംഭവങ്ങൾ ബൈഡൻ ഭരണം അടിയന്തര മുൻഗണന നൽകി അന്വേഷിക്കുകയും പൂർണ്ണമായി വിചാരണ ചെയ്യണം. ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഭരണകൂടം ഏറ്റവും ഉയർന്ന മുൻഗണന നൽകണം. അതേസമയം ദേവാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കിടയിലും ഭരണകൂടത്തിൻ്റെ നിഷ്ക്രിയത്വം കത്തോലിക്ക പള്ളികളെയും അവരുടെ ഇടവകക്കാരെയും സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് സംശയിക്കാൻ ഇടയാക്കുകയാണെന്നും സെനറ്റർ കത്തിൽ കുറിച്ചു.